ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഒരങ്കുറവുണ്ടാവും വീഡിയോക്കും ഇൻട്രോക്കും സംസാരത്തിനൊക്കെ. എന്താ വെച്ചാൽ കഫക്കെട്ടും ജലദോഷം തലവേദന, ചുമ, മൂക്കടപ്പ്, മൂക്കുവളവ്, ശതലദശ, എല്ലാവിധ അസുഖങ്ങൾ ഫലാദിപല ഭൂലാദികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ. അപ്പം ഇന്ന് സ്റ്റീലിന് വന്ന് ആസൈന പെരിയ ആസൈ. അതെന്താ വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷം മോന് നീ എണ്ണ വെച്ച് കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എണ്ണ വെച്ച് കുളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു നീരാട്ട് എനിക്ക് എന്തായാലും കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ വെച്ച് ഒരുപാട് കാലത്തിന് ശേഷം, അതിപ്പോൾ നിങ്ങൾ മുമ്പ് ലാസ്റ്റ് കുളിച്ചത് കൊറോണ സമയത്താണല്ലോ. അതെ. അപ്പോൾ അതൊരു സംശയം. ലാസ്റ്റ് എണ്ണ വെച്ച് കുളിച്ചത് കൊറോണന്റെ മുമ്പാണല്ലോ. അവസാനമായി ഒറിജിനലി കുളിച്ചത് എന്താണ്? 4 ദിവസം മുന്നല്ലേ? അല്ല, എപ്പോ? ഉച്ചക്ക് ചുരത്തിലാണല്ലോ. മറ്റേ ഇതിന്ന് കുളിച്ചോ? ഉടുമ്പൻ ചോലിന്ന് കുളിച്ചോ? അല്ല, അവിടുന്ന് വിളിച്ചീനു. നാടുകാണിന്ന് മറ്റേ ഡ്രൈവർമാര് കുളിച്ചോ? ഞാൻ കുളിച്ചു. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ശ്രീമാൻ അഫീഫ് അവറുകളുടെ നീരാട്ട് കാണാൻ പോവാണ്. ഇരിക്കെ. അപ്പൊ എണ്ണ തേച്ച് കുളിക്കണം എന്നുള്ളത് അഫിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. ഇന്നാണ് നടന്നത്. അപ്പൊ ഈ ഉരുക്ക് ബോഡിയിൽ എണ്ണ വെച്ച് കൊടുക്കാൻ ഞാൻ ഇമ്മച്ചിയെ ക്ഷണിക്കുന്നു. എനിക്ക് ഇതൊക്കെ മുട്ടിക്കണം. ഞാൻ പറയണ്ടോ എന്നോട്, എണ്ണ തേച്ചാൽ കുറച്ച് മഴ ഉണ്ടാവും ശരീരം. പണ്ട് എണ്ണ തേക്കുമ്പോൾ സോഫ്റ്റ് അല്ലായിരുന്നു. ശരീരം പരായതാണ്. എണ്ണ തേച്ചാൽ കുട്ടികൾ നന്നാവൂലേ? എന്ത് ചൊറുക്ക് വെക്കും. അതിനല്ലേ നമ്മൾ ഈ കണ്ട വെളിച്ചെണ്ണ മുഴുവൻ. അതൊക്കെ പറയും ചെയ്യും. സൗസർ കുറച്ച് നീക്കിയാ കുറച്ചും കൂടി ആ ഏരിയ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഒറ്റ കവർ ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ കവർ ചെയ്യും. അല്ലെങ്കിൽ ആൾക്കാർ കവർ ചെയ്യും. ഓലത്തുമ്പത്തിരുന്നു ഞാനാടും ചെല്ലപ്പൈങ്കിളിന്റെ ബാലഗോപാലനെ എന്നെ ജപിക്കുവാൻ പോരടി. പാടാൻ വയ്ക്കുള്ളട്ടോ. ഓ, ഈ തൊണ്ടയ്ക്ക് പറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് പാട്ട് പാടുന്നതാണ്. തൊണ്ടയും കഫക്കെട്ടും മൂക്കടപ്പും വന്നാൽ പിന്നെ പാട്ടിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. നമുക്ക് വോക്കൽ റേഞ്ചൊക്കെ കുറഞ്ഞ് ഒതുങ്ങും. നമ്മൾ നല്ലോണം ഒതുങ്ങും. തടി കുറഞ്ഞ് ഒതുങ്ങും. ഏഴിമല്ല പൂഞ്ചോല മുട്ടനാടിന്റെ കാര്യത്തിലെ ചോര കുടിച്ചവനാണ് ആടുതോമ. അതാണോ? മുട്ടനാടിന്റെ ചോരല്ലോ, ആട്ടുംപാല് കാന്താരി മുളക് മിക്സ് ചെയ്ത് എന്തൊക്കെയോ ഒരു പാല് മുളക് മിക്സ് ചെയ്ത ഒരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആടുതോമ ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല, അതൊക്കെ വെറുതെ പറയാ. ചിന്തിച്ചോ, ഒരു ഗ്ലാസ് പാലിക്ക് കാന്താരി മുളകൊക്കെ ഇട്ട് കലക്കണം. ആ ഒരു കോലം എന്താ? സോഡ സർബത്ത് മറ്റേ സംഭാര സോഡ. സംഭാര സോഡ ആകുമ്പോ സംഭാരത്തിന്റെ ടേസ്റ്റിലും വരും, അല്ലെങ്കിൽ മോരിന്റെ ടേസ്റ്റിലും വരും. ഗ്ലോ ഉണ്ടോ? അപ്പോൾ ഗ്ലോ കിട്ടാൻ ഈ പ്രൊഡക്റ്റ് എല്ലാവരും യൂസ് ചെയ്യട്ടോ. ഇപ്പോഴത്തെ വെയിലിനെ ചെറുക്കുന്ന രീതിയിലുള്ള നമ്മളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഫലാദിപല ഭുഷാദികളുമായി നമ്മൾ താഴത്തെ തെങ്ങുംതോട്ടിൽ നിന്നും നമ്മൾ പറിച്ചെടുത്ത നമ്മളെ തന്നെ തേങ്ങയായിട്ടുള്ള തേങ്ങ ചക്കിലിട്ട് ആട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത കടഞ്ഞെടുത്തൊരു എണ്ണയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത്. ബാക്കിൽ നിന്ന് ഫ്രെയിം വെച്ചാൽ സൽമാനെ പാരിനടുവിൽ കേവലം. അങ്ങനെ എടുക്കണ്ട, എല്ല് പുറത്തേക്ക് ഇതാവും, കുത്തി കയറും. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ. ഇല്ലല്ലോ, പണ്ടൊരു ഇത് മുതലാവില്ല, മനസ്സിലായില്ലേ? ഇതൊന്ന് വ്ളോഗ് കഴിഞ്ഞിട്ട് നിർത്താം. ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ. എണ്ണം തേച്ച് പോയി കുളിച്ചാ മൊത്തേക്കൂലല്ലോ.
പിന്നെ മോത്തെണ്ണേക്കോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ മൊത്തക്കാതെ ഓ ഇതുണ്ടല്ലോ മറ്റേ എന്താണ് ഇതിനുണ്ടാവില്ലേ മിസ്റ്റർ കേരള മിസ്റ്റർ മലപ്പുറം പരിപാടിക്കൊക്കെ കോച്ചുകൾ വന്നിട്ട് ടാൻ ഇട്ട് കൊടുക്കൂലേ പ്ലേയേഴ്സിന് ബോഡി ബിൽഡേഴ്സിന് അതേപോലെ ഉണ്ട്. ഉരച്ച് 6 പാക്കൊക്കെ തെളിഞ്ഞ് കാണുന്ന രീതിയിലാക്കി കൊടുത്തിട്ടോ. അങ്ങനെ തന്നെ കേട്ടല്ലേ അല്ലേ. ഉമ്മച്ചിക്ക് വേണേൽ ഇത് കഴിഞ്ഞിട്ട് ഉഴിച്ചിലൊക്കെ തുടങ്ങാം കേട്ടോ. ഞങ്ങൾ തന്നെ ആദ്യത്തെ 5 രോഗികൾ ഉഴിച്ചില് പീച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഉമ്മച്ചിന്റെ ബോഡിക്കും നല്ലതാണ് കുറച്ച് ആളനൊക്കെ ഉണ്ടാവുമ്പോ. സെറ്റായോ? ഈ ഒരു ഫീൽ എങ്ങനെയുണ്ട് എണ്ണ മേത്തായിട്ട്? വെളുപ്പുണ്ടോ? ഇപ്പത്തെ ഫീലല്ല. ഇതൊക്കെ തേച്ചിട്ട് 2 മിനിറ്റ് നിക്കണം. നിന്നിട്ട് ഒരു കുളിച്ചാണ് കഴിഞ്ഞാണ്ടല്ലോ. എണ്ണ തേച്ച് കുളിച്ച് നല്ല തലമേല ഇതിലൊക്കെ എണ്ണ തേച്ച് ചെറു ചൂട് വെള്ളത്തിൽ ഇങ്ങോട്ട് കുളിച്ച് സോപ്പൊക്കെ തേച്ചിട്ട് ക്ലീൻ ആക്കിയാൽ ആ ചൂടുവെള്ളം കുളിക്കണം. അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഓ ഞാനും എണ്ണ വെച്ചാലോ. പക്ഷെ ഈ വ്ളോഗിൽ വേണ്ട. ആകിന്റെ വ്ളോഗിൽ നീ കാണാത്ത എൻ്റെ ഒരു എളിയ ശരീരം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അതിൽ അടിയറവ് വെച്ചിക്കണ്. തലയൊക്കെ എണ്ണേക്കാൻ കിട്ടാതെ എത്ര കാലായില്ലേ കാലായി കൊതിച്ച്. പണ്ടുണ്ടല്ലോ ഇമ്മച്ചി എനിക്ക് എണ്ണ വെച്ചാൽ എങ്ങനെയാണ് മദ്രസക്ക് പോകുമ്പോൾ രാവിലെ 6:30 മണിക്ക് ഒരു ഗ്ലാസ്ക്ക് എടുക്കറിയോ ഗ്ലാസ്സോടെ ഇത്ര പോകുന്നൊരു ഗ്ലാസ്സൊക്കെയാണ് മിനിമം എൻ്റെ അമ്മച്ചി എണ്ണ എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ഇതിക്ക് എണ്ണ പാർന്നിട്ട് ഇങ്ങോട്ട് തലയിൽ കൂടെ ഒഴിച്ചിട്ട് മദ്രസിലെ ആദ്യത്തെ പീരീഡിലുണ്ടാവും ഇതിലെങ്ങനെ ഉറ്റണ എണ്ണ. അത്രയും എണ്ണയിൽ എന്നെ കുളിപ്പിച്ചിന്റെ അമ്മ കൊണ്ടുപോയി നല്ല മുടിയില്ലേ. അതുകൊണ്ട് എല്ലാവരും മുടി കൊഴിഞ്ഞു പോണ പ്രായത്തിൽ എല്ലാവർക്കും അൽഹംദുലില്ലാ മാഷാല്ലാ തലമ്മ എല്ലാവരുടെ തലമ്മലും മുടിയുണ്ട്. ആരും കണ്ണു വെക്കല്ലേ. എന്തിനറിയോ ഇങ്ങനെ മസാജ് ചെയ്യാനാ ഞാൻ എണ്ണേക്കാൻ പറയുന്നത്. അല്ലാതെ അതിന്റെ ഒരു ഗുണങ്ങളൊന്നും വെച്ചിട്ടല്ല. ഒരു സുഖം കിട്ടും. തലയിൽ കൂടെ ഒരു കയ്യും കാലും ഒക്കെ ഓടിച്ചു. അഫീഫാണ് നീ വീട്ടിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന ആള്. എല്ലാം കൊണ്ടും പൈസ ചെലവില്ല. എനിക്ക് കൊറേ പൈസ തരാണ്ടടാ. ഓൻ കണക്കൂട്ടിയപ്പോ സ്കൂള് പൂട്ടത്തിൽ തന്നെ ഓനാണ് കണക്കൂട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇപ്പൊ കിട്ടും. എന്നിട്ട് ഓനാണ് പോയി കണക്ക് മൊത്തം കൂട്ടിച്ചോണ്ട് പോയി. അഫീഫ് ഉമ്മച്ചിക്ക് കൊടുക്കാനുള്ള പൈസ മൊത്തം എന്ത് ചെയ്തു? കണക്ക് ഫുള്ള് കൂട്ടിച്ചിട്ട് കണക്കവിടെ എഴുതി വെച്ചിട്ട് പോയി. ഒരു പ്രതീക്ഷ കൊടുത്തു കിട്ടും. 17,000 റുപ്യന്റെ ചെലവോ? എത്ര റുപ്യന്റെ ചെലവാ? ഇപ്പൊ അടുത്ത് ചെന്തിനോ വാങ്ങി മേ അടുത്ത ആ ക്യാമറന്റെ കോലായിരുന്നാ അതും ഞാനാ കൊടുത്തു. അയ്യാൻ തരും എന്റെ തരലില്ലേ മെല്ലെ തന്നാ മതി. ചാർജ് അല്ല 10 മടങ്ങായിട്ട് തിരിച്ചു തരലുണ്ട്. പിന്നെ അൽഹംദുലില്ലാ കുറച്ചത് തരാനില്ല. ആരോഗ്യ ആയുസൊക്കെ എനിക്ക് കടായിട്ട് എല്ലാവർക്കും കൊടുക്കുമാറാവട്ടെ. കടായിട്ടോ ഒന്നും അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ എടുത്തോളി. നമ്മച്ചിന്റെ 5 സെന്റ് ആ സ്ഥലത്തിന്റെ റെസിപ്റ്റും കൊടുത്താണ്. ഇച്ചൊന്നും വേണ്ട. ഞാൻ എന്താ അറിയോ ഒരു പൊട്ടത്തിയായി ജീവിച്ചല്ലാതെ ഞാൻ ഇച്ചൊക്കെ അല്ലെങ്കിലോ എന്നിട്ട് വന്നോക്കെ ഇവിടെ വന്നോക്കെ മാനിക്ക് എണ്ണ കുളിച്ചിട്ടുണ്ടോ മുമ്പ്? ഓർമ്മയില്ല. എന്റെ അമ്മക്കാർക്ക് തേച്ചെന്ന് കാണും. കൊല്ലങ്ങളായി കാണും. എല്ലാരും കൊല്ലങ്ങളായി എണ്ണച്ച് കുളിച്ചിട്ട്. ഞാനൊക്കെ എണ്ണച്ച് കുളിച്ചിട്ടേ കൊല്ലങ്ങളായി. എന്നാൽ ലാസ്റ്റ് കുളിച്ചത് ഇന്നലെ. എണ്ണച്ച് കുളിച്ചിട്ട് 5-6 കൊല്ലായി. ഉപനുമായി 5-6 കൊല്ലായി. ഓ ഇത് പേയ്മെന്റ് കൊടുക്കണം കേട്ടോ അമ്മച്ചിക്ക്. ഇത് ട്രഡീഷണൽ തായ് മസാജായി ഇവിടെയൊക്കെ. എന്താണ് നിങ്ങൾ പോയ സ്ഥലത്ത് നിന്ന് എന്താ പറയാ? ഞങ്ങൾ പോയിട്ടില്ലല്ലോ. അതല്ല അയ്യോ ആരെങ്കിലും പോയോ? ഞങ്ങൾ പോയി നല്ലല്ലോ പറഞ്ഞേ. നിങ്ങൾ മസാജ് ചെയ്തു എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചൊറ്റടിക്ക് എന്തിനാ അയിമ കേറിയത്? ഇല്ല ഞങ്ങൾ പോയിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾ പോയ ഞാനും അസറും എന്തേത് കഴിഞ്ഞല്ലോ തായ്ലൻഡ് പോയി. ഞാൻ കഴിഞ്ഞല്ലോ മുമ്പത്തെ ചോദിച്ചത്. എന്തായി ഒറ്റടിക്ക് സത്യം വിളിച്ചു. ഞങ്ങൾ സത്യം പോലെ പറയും. അപ്പൊ ഞാനും അസറും എന്ത് ചെയ്തു? അവിടുത്തെ ഏറ്റവും നല്ല മസാജ് ഫുഡ് മസാജും തായ്ലൻഡ് ട്രഡീഷണൽ മസാജാണ്. അപ്പൊ ഈ ട്രഡീഷണൽ മസാജ് എപ്പോഴും ചെയ്യുക വയസ്സായ കാക്കമാര് അല്ലെങ്കിൽ വയസ്സായ താത്തമാരാണ്. കാരണം ഇവര് ഒരു ദിമലൊക്കെ കയറി നിന്നിട്ട് ചവിട്ടി തിരുമേണ്ട ചെയ്യാം. അത് ചെയ്തു ഞങ്ങള്. പക്ഷെ ഉണ്ടല്ലോ
അതിങ്ങോട്ട് ഭയങ്കരാണ്. ഓ വേദനയൊക്കെ പോയി മേത്തുനിന്ന്. ഉറങ്ങി ഉറക്കണ്ടല്ലോ. തായ്ലൻഡ് മസാജ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ കുറച്ചിങ്ങനെ നീട്ടിയാൽ മതി. തായ്ലാൻഡ് മസാജ്, ട്രഡീഷണൽ തായ് മസാജ്, ഫുഡ് മസാജ്. manicure, തായ് മസാജ്, ഫുഡ് മസാജ്. തായ്ലൻഡ് കൊണ്ടുപോകണ്ട തന്നെ. ഇനി ഒറ്റ വ്ളോഗും കൂടി എടുത്താൽ ഇജി, അസ്രു, അർഷു, ഷാനു, സൈക്കോ, നബീല്, അല്ല നിഹാല്, സൽമാന്, ഇങ്ങനെ ഒരു 5-6 ആള് നിരന്നിരിക്കുക. കുളിപ്പിച്ചെടുത്ത അല്ല നിരന്നിരിക്കുക. എന്നിട്ട് നമ്മളെ യാസറാളിയന്റെ അവിടെ പോവുക. എന്നിട്ട് അവിടെ ഉണ്ട് ഒരു വീണ ആള്, അളിയന്റെ എണ്ണ ഉഴിയണ ഒരാളുണ്ട്. നമ്മളെ അളിയൻ സൂപ്പറാണ്. അളിയൻ വൈദ്യനാണ്. അളിയന്റെ ഒരു സ്പെഷ്യൽ അളിയന്റെ എണ്ണ ഉണ്ട്. ഓലത്ത് കംപ്ലീറ്റ് ഓലതിൽ ഉൽപ്പാദിപ്പിക്കണതാ, എണ്ണയും സാധനങ്ങളൊക്കെ. അവിടെ ഉഴിച്ചിലിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അയാളെ കൊണ്ട് ഊഹിപ്പിച്ചല്ലേ? അയാളെ കൊണ്ട് നിങ്ങളെ നിരത്തി നിർത്തിയാണ്ട് ഊഹിച്ചാണ്ടല്ലോ. എന്നിട്ട് എല്ലാരും നല്ല ചൂടുവെള്ളത്തിൽ ചൂടാക്കി. ചൂടുവെള്ളം വേണമെന്നില്ല, അവിടെ വണ്ടി എടുത്ത് പോലെ പോയേ പോവുക. എന്നിട്ട് പോയ ചാടി കുളിച്ച് കഴിഞ്ഞിട്ട് പോരുക. എന്നിട്ട് അളിയന്റെ ഒരു ഫുഡും അത് രസമാണ്. അളിയൻ സീനായിട്ട് ഫുഡ് ഉണ്ടാക്കും. അളിയൻ നമ്മളെ കാത്തിക്കുക. അളിയൻ സീനായിട്ട് ഫുഡ് ഉണ്ടാക്കും. അടിപൊളി ഫുഡ് മേക്കറാണ്. ഇന്നലെ വന്നില്ലേ ഷിബി ഇതും കൊണ്ട് അതെവിടെടാ അല്ലേ? വേണ്ട ഷാരുവിനെ കൊല്ലും. ട്രഡീഷണൽ തായ് മസാജിന് പകരം ട്രഡീഷണൽ ടിപ്പിക്കൽ ഇന്ത്യൻ മം മസാജ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അഫീഫിന് കിട്ടിയിരിക്കുന്നത്. മൂന്നൊക്കെ വലിച്ച് പൊളിച്ച് മൂക്കും കണ്ണും മോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാണ് ഈ മസാജ് ചെയ്യുന്നത്. മസാജ് ഒന്നും അറിയില്ല, പക്ഷേ നല്ല മുഖം നല്ല മസാജ് കുറിക്കും. 1 2 1 2 3 1 2 1 2 3 1 2 3. അതൊക്കെ ഞാൻ ആരെയും തിരിച്ചു പറയാമോ? ഇങ്ങനെയല്ല പാടില്ലേന്ന്. ഒന്നും കുഴപ്പമില്ല, നല്ല സുഖം ഉണ്ടാവില്ല. നമ്മൾ ഇച്ചിരി പഠിച്ചാനൊന്നും പോയിട്ടില്ലല്ലോ. ഇതൊക്കെ പരിചയമില്ലാത്ത ഏറിപ്പോ ഞരമ്പൊന്ന് പടഞ്ഞേണ്ട എന്തെങ്കിലും എവിടെയും കട്ടായി പോകും. അത്ര മതി കൊയങ്ങിയേ. ഇനിയിപ്പോ 500 തായ് മണി മണി തായോ give me massage money. Thank you. No money. No money, no. No money, no. മുണ്ടോടെ ഞാൻ അടുത്ത കുളിക്കണവളാണ്. എങ്ങനെ കുളിക്കണേ ഞാനൊരു പോസിങ് സെഷൻ ബൈസ് അവിടുന്ന് സൽമാന്റെ വക ചെയറൊന്ന്. അഫി ബൈസ് എന്നിട്ടാ ബൈസ് ബൈസ് ബൈസ്. ഓ മസില് ബാതിലുള്ളിൽ കൊടുക്കുന്നത് ബൈസ്. ട്രൈസ്. അങ്ങനെ തന്നെ. തൈസ്. കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ബാക്ക്. അപ്പർ ഷോൾഡേഴ്സ്. ഓ ബാക്ക് ഉണ്ട് കേട്ടോ അവന്. ഓ ബാക്ക് സീം ബാക്ക് തവളാച്ചിനെ പോലെ. ഇറ്റാലി പോസ്. അല്ലാ മസില് ഒന്നുകൂടി കാട്ടി കാഫിയ. അതിൽ കറക്റ്റ് മസില് വേണ്ട ഫിയ. അഫീഫ് സ്ലീപ്പർ ബിൽഡ് അഫീഫ്. ഇനി എന്റെ ബോഡി ബിൽഡറിന് നമ്മളിത് നൽകുന്ന ചക്കരമത്ത. ചക്കരമത്തന്റെ ആൾക്കാരാണ് പൊന്നാനിക്കാര്. ഇത് ചക്കരമത്തല്ല, ഇത് ചക്കര മാങ്ങ.
കോമ്പറ്റീഷൻ ഇറങ്ങിയാലോ നേരെ? അവിടെ നമുക്ക് മറ്റേ സാധനം കൊടുക്കണ തിരി ആട് നമുക്ക് കാന്താരി പാല് സീൻ ടേസ്റ്റുള്ളൂ. ഇതെന്തിനു മേത്തേക്കുന്നവർ കുടിക്കുക? ചക്കര മാങ്ങ മസുലരാം മധുരല്ലേ? മധുരം ഉണ്ടാവും, എരുണ്ട് ഒക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഒരു മിക്സഡ് ഫീലിംഗ്സ് ഉണ്ടാവും. ഇതേ ഇത് മിക്സിങ്. ഇതിന്റെ സാധനം ഇങ്ങനെ വെച്ചുകൊണ്ട് ഡ്രൈ ആക്കണോലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഷീറ്റ് പോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട്. ഇത് വേറെ മാങ്ങുള്ള രാജ്യത്തൊക്കെ കിട്ടുട്ടോ, ഇങ്ങനെ ഷീറ്റ് ചുരുട്ടിയത്. അതിന്റെ തൊണ്ട മാങ്ങ. അപ്പം അമ്മാന്റെ എന്താണ് മച്ചി അവിടെ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ഫ്രെയിം നിങ്ങൾ കണ്ടിട്ട് കുറച്ചായിട്ടുണ്ടാവും. അടുക്കളയും ഈ അതുപോലെ തന്നെ ഈ ഫുഡ് ഉണ്ടാക്കലും പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞ മാസത്തോടെ അടുക്കളയിൽ നിന്ന് വിട വാങ്ങി പോയവരാണ്. കഴിഞ്ഞ മാസം അടുക്കളയിൽ നമ്മൾ സുസജ്ജമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുക്കളയിൽ ഞങ്ങൾ തന്നെ ഒന്നാമത് വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവൽ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ അടുക്കളയ്ക്ക് വരൽ ഭയങ്കര കുറവാണ്. പക്ഷെ എന്നിരുന്നാലും പഠിച്ചവനെ നമ്മൾ ഓരോ സമയം പെരയിൽ വേണമെന്നുള്ള ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഓരോ അസുഖങ്ങൾ കൊണ്ടുതരും. അപ്പോൾ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സൗണ്ട് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. എൻ്റെ ത്രോട്ട് പോയി, മൂക്ക് പോയി, എല്ലാം പോയി. തീരുമാനമായി ജലദോഷവും പനിയും തലവേദനയും നീരിറക്കം എല്ലാം കൂടി ഒപ്പം വന്നു. നമ്മൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ്ലി 2 സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത്, ഒന്ന് ഊട്ടിക്ക് പോയി, ഒന്ന് വയനാട്ടിലേക്ക് പോയി. വയനാട്ടിൽ വേറൊരു ക്ലൈമറ്റ്, ഊട്ടിയിൽ വേറൊരു ക്ലൈമറ്റ്, അവിടെ ഉച്ചയായ ഒരു ക്ലൈമറ്റ്, വൈകുന്നേരം വണ്ടിയിൽ തിരിച്ചു വരുമ്പോൾ മഴ. അപ്പം ഈ 5-6 ക്ലൈമറ്റ് കിട്ടിയപ്പോൾ എൻ്റെ ബോഡിനെ എന്തൊരു സാഹചര്യത്തിലൂടെയാണ് സഞ്ചരിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ എന്നാൽ പിടിച്ചാൽ കുറച്ച് പനി, തലവേദന, ജലദോഷം, മൂക്കടപ്പ്, കഫക്കെട്ട് എല്ലാം ഇട്ടൊന്നും കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ അടുക്കളയിൽ അഫീഫിനെ കുളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് രോമാഞ്ചം നൽകുന്ന, ഒരുപാട് ആൾക്കാർക്ക് മെമ്മറീസ് നൽകുന്ന ഒരു ഐറ്റമാണ് ഇമ്മച്ചി ഇത് ഉണ്ടാക്കാൻ പോണത്. ഇമ്മച്ചി ഇതേ കളറിലുള്ള ഇതാട്ടോ ഇട്ടിക്കണത്, ഇതാ ആ സെയിം കളറിലുള്ള തട്ടാണ് ഇമ്മച്ചി ഇട്ടിക്കണത്. അപ്പോൾ ഈ ഉണ്ടാക്കുന്നത് ഞാൻ അധികം ആർക്കും എന്താന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാവരും വായിൽ വെള്ളം ഊറുന്ന, എല്ലാവരുടെയും വായിൽ കപ്പലൊടിക്കുന്ന ഐറ്റമാണ് ഈ ഉണ്ടാക്കുന്നത് ഇമ്മച്ചി. ഞാൻ ചെറുപ്പം തൊട്ട് കാണലുണ്ട്, ഞാനങ്ങനെ തിന്നലില്ല കേട്ടോ. ഇവിടെ ഞാൻ കൂടുതലും ഇന്നലെ എന്താ മത്തൻ, അതല്ല, ഞാൻ ഇങ്ങനെ ഈ പ്രാചീന ഡിഷുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണം എന്താ, ഗോതമ്പ് പായസം കഴിക്കലുണ്ട്. പിന്നെ ഗോതമ്പ് പായസം കുറവാണ് ഞാൻ തിന്നലത്. പൂവട തിന്നും. പിന്നെ കലത്തപ്പം കഴിക്കും. കലത്തപ്പം വല്ലപ്പോഴും ഒക്കെ കഴിക്കും. പൂവട അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ കൂടുതൽ ഇന്നലെ ചക്കരമത്തൻ ഇഷ്ടം. ചക്കരമത്തൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിയല്ലേ, എങ്ങനെ പിടി ശർക്കരയും മത്തനും കൂട്ടി ഒരുമിച്ച് വേവിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് നല്ല പിടി. ആ മറ്റേ ആ ചക്കരമത്തൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സാധനമാണ്. ഇതെന്താണ്? ഇത് ശർക്കര മാങ്ങ. ചക്കരമത്തൻ്റെ പോലെ ഉണ്ടാക്കിയതാണ് ശർക്കര മാങ്ങ. നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ട് നാടൻ മാങ്ങന്റെ തൊലി മാത്രം കഴിച്ചു കേട്ടോ. ഇത് നാടൻ മാങ്ങ തൊലി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പറിച്ച് കളയും. പറിച്ച് കളഞ്ഞിട്ട് ശർക്കര ഉരുക്കി ഫുൾ പാനി നമ്മൾ അരിച്ചെടുക്കും. ഇതില്ലാണ്ട് അരടൊന്നും പെടാണ്ട് അരിച്ചെടുത്തിട്ട് അതിൽ മാങ്ങ ഇടും, ഒരു നുള്ളുപ്പ് മധുരം ബാലൻസ് ചെയ്യാനിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ നല്ല ജീരകം ചേർത്തിട്ടില്ല. നല്ല ജീരകം ചേർക്കണവരുണ്ട്, ചേർക്കാത്തവരുണ്ട്. ഉലുവട്ട് വേവിക്കണവരുണ്ട്. ഞാൻ അതും ചേർത്തിട്ടില്ല. ഞാൻ ഇന്ന് ചേർത്തത് ഏലക്കായ. എന്തുകൊണ്ടാണ് മച്ചി അതൊക്കെ ഒഴിവാക്കിയത്? അതോ ഇന്ന് വേറൊരു സ്റ്റൈലില്, മറ്റത് നല്ല ജീരകവും ചെട്ടിനാടൻ സ്റ്റൈല്, നാളെ ഒരു മലബാർ സ്റ്റൈൽ. എനിക്കറിയില്ല. ഇന്ന് ചേർത്തത് ചുക്ക്, കുരുമുളക്, ഏലക്കായ, പട്ട, അത് പൊടിച്ചിട്ട് ഇതിലിട്ടു. ഇനി ഇതൊന്നും വറ്റി വരുമ്പോൾ നമ്മളാണ്ട് ഓഫ് ചെയ്യും. പിന്നെ അത് എന്നിട്ട് ഈ ഒരു ശർക്കരയിൽ കുളിച്ച സാധനം, പിന്നെ ഷുഗർ ഇങ്ങനെ തളം കെട്ടി നിൽക്കണേ ഷുഗറിന്റെ പേഷ്യൻസ് ആയിട്ടുള്ള ഇപ്പച്ചി തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്യും, ഈ ചക്കര മാങ്ങ തേനൂറും രീതിയിൽ ഇങ്ങനെ കഴിച്ച് പിന്നെ ഷുഗർ ഒന്നും കൂടി അടിച്ച് കയറ്റും. ഇതാ ചിന്നോട് സോപ്പിട്ട് ചോദിച്ചാൽ വന്നേലേ. അപ്പൊ ഇമ്മച്ചി ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ഷുഗറിൽ കുളിച്ച് കിടക്കണ ഇപ്പച്ചി, വെല്ലിപ്പ, ഇമ്മച്ചി തുടങ്ങിയ ആൾക്കാർക്ക് വീണ്ടും ഇൻസുലിൻ ലെവൽസ് അടിച്ച് ഹൈക്ക് ചെയ്ത് കയറാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ തിന്നണ ആക്ഷൻ കാണിച്ചതില്ല, ഗ്രാഫ് കയറാൻ വേണ്ടിട്ട്, ഇൻസുലിൻ ഗ്രാഫ് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊടുക്കുവച്ചപ്പോ കറക്റ്റ് ആൾക്കാരെ പറഞ്ഞു ഇപ്പച്ചി, ഞാനും ഡാഡി. കാരണം എന്താ വെച്ചാൽ മൂന്നാക്കും ഇഷ്ടമാണ്, വേറിടൂല. ഇതിന്റെ കൺസിസ്റ്റൻസി. പിന്നെ നാളെ തസ്ലി ടീച്ചർക്ക് ഒരു 2 കൊണ്ടുപോകണമെന്നുണ്ട്. നാളെ ട്രെയിനിങ് കൊടുക്കുകയാണേ. അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ചോറുണ്ണൂല,
ഇത് തിന്നു. ഞാനും ദിവസം ഉച്ചക്ക് ചോറുണ്ടല്ലേ. ഉച്ചക്ക് എന്താ വെച്ചാൽ ഉമ്മച്ചി എന്താ വെച്ചാൽ ഇപ്പൊ കാർബൊക്കെ കട്ട് ചെയ്തിരിക്കണ്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ എന്താ വെച്ചാല് 1.5 കിലോ ശർക്കരയും 5 കിലോ പഞ്ചസാരയും ചേർത്തിണക്കിയ ശർക്കര 1.5 കിലോ ശർക്കരയും പിന്നെ പഞ്ചസാരയും ചേർത്തിണക്കിയ തേനും ഒക്കെ ചേർത്തിണക്കിയ ഈ സാധനമാണ് ഉമ്മച്ചി എന്ത് ചെയ്യുക ഉച്ചക്ക് കഴിക്കുക. അപ്പൊ എന്താ വെച്ചാൽ കാർബ് കട്ടാണ്. അങ്ങനത്തെ ഒരു ഡയറ്റാണ് ഉമ്മച്ചി ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ഇത് കാണിച്ചു കൊടുത്താ സൽമാനെ, ഇത് അളക്കട്ടെ. ഒരു പ്രശ്നമല്ല. മാറിക്കണം ലൈറ്റ് ഉമ്മച്ചി ഒന്ന് സൈഡിൽ നോക്കി ലൈറ്റ് വരും. ആ ഷുഗർ എനിക്കും കൂടി വരും. അതില് കുരുമുളകും അതിന്റെ ആ സാധനം ചെന്നാ അതിന്റെ ജലദോഷം പീസ് എടുത്താ അങ്ങനെ പൊതിച്ചാ പീസ് ഇതാ ഇങ്ങനെ എടുത്ത്. ആ ഇതുണ്ടായിട്ടാ ഈ കയ്യിലാണ് ഇതിനൊക്കെ പറ്റിയ കയ്യില്. അങ്ങനെ എടുത്ത് തിന്നണം. നല്ല ഇതാ ഇതിങ്ങനെ ചെറിയ തണുപ്പില് ഗുലാബ് ജാമുനൊക്കെ പോലെ മാങ്ങ അടക്കണുണ്ടോ. സീം ഫിനിഷിങ് പോലെ ഒന്നും പറയല്ല. കോരിപ്പാര. ഓ അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവര് കഴിക്കണ ടേസ്റ്റിംഗ് സെഷൻ എപ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റുക? എപ്പോഴും എടുക്കാം. തണുത്ത സെറ്റായാലും ടേസ്റ്റിംഗ് സെഷൻ. +2 ഇങ്ങനെ കെറ്റിക്കുത്തറ ഉണ്ടായില്ലേ. അപ്പൊ എന്റെ ഫ്രണ്ട് വന്നീനി. അപ്പൊ ഞാൻ അവിടെ 3-4 മാവ് ആരും മാങ്ങ പറിക്കാതൊക്കെ അല്ല. മനാഫ് സാറോട് ഞാൻ ചോദിച്ചു, ഇത് കോഴിക്കോട്ടത്തെ കുട്ടി നമുക്ക് മാങ്ങി കൊണ്ടുവന്നു. ഇന്നലെ വയനാട്ടിക്കേ ഒരു കുട്ടി സഞ്ചിയിൽ മാങ്ങി കൊണ്ടുവന്നില്ലേ. ഓനെ മെല്ലെ സോപ്പിട്ട് ആ സഞ്ചി തീക്ക് വെപ്പിച്ചോ എല്ലാവർക്കും കൊടുക്കാല്ലേ. എല്ലാവർക്കും ഓരോന്നീച്ച് കൊടുക്കണുണ്ടോ. അപ്പോത്തിന് ഓന്റെ കയ്യും കാലും പിടിച്ചു. ഓരോന്നീച്ച് കൊടുക്കലേ ഒന്നായിട്ട് എനിക്ക് കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഉമ്മച്ചി പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു ഉമ്മച്ചിയാണ്. ഒരു ചങ്ങായി ഇന്നലെ ക്യാമ്പിന് വന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ മാങ്ങ ഇങ്ങനെ കൊടുക്കണം. അപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് വേണ്ട മുത്തേ വേറെ കൊടുത്തോളി എന്നിങ്ങനെ പറഞ്ഞു. അതില് അങ്ങനെ കൊടുത്ത മാങ്ങ കൊണ്ടു നടക്കണത് ചോദിച്ചു. എല്ലാവർക്കും കൊടുക്കണം. സഞ്ചിന്റെ വണ്ടിക്ക് വെക്കടാ നിങ്ങൾക്ക് വേണോ ചോദിച്ചാ ഒറ്റ ചാവി കൊടുക്കലും വെക്കലും ആ സഞ്ചി ഫുള്ള്. അപ്പൊ ഇന്നലെ ഓൻ തന്ന ഒരു സഞ്ചി നിറച്ചുള്ള ചക്കര മാങ്ങയാണ് ഇന്ന് ഇവിടെ വേവണം കേട്ടോ. ഇതിന്റെ ഇങ്ങനെ ഈ സത്ത് മാങ്ങക്കുട്ടി ബത്തക്കുട്ടി ഇതൊക്കെ ഓരോ കുട്ടികളാണ് അമ്മച്ചിക്ക് കൊടുത്തു കൊടുക്കണത്. ബത്തക്ക കൊടുത്തു കൊടുക്കുന്ന ഒരു കുട്ടിയാണ്, മാങ്ങ കൊടുത്തു കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. കൺസിസ്റ്റൻസി നോക്കണം. പുസ്തകം തന്നില്ലേ. അതാണ് സൽമാനെ കൺസിസ്റ്റൻസി കാണിച്ചു കൊടുക്കും. ഈ നല്ല ഇതാണ് ഇതിന്റെ സത്ത് കേട്ടോ, ജീരക സത്ത്. ഇതൊന്നും കുടിച്ചാ പനങ്കാട്ടാവും. പനങ്കാട്ടായി കണ്ട് മറിഞ്ഞു പോകും കടക്കിയിൽ. പിന്നെ നേരെ കടന്നുറങ്ങാം മത്തായി കണ്ട്. പക്ഷെ അത്ര മധുരമൊന്നും ഇല്ല കേട്ടോ. ഇതൊരു സെമി. ഇതിൽ കുരുമുളകില്ലേ. അതിന്റെ വെള്ളം കുറച്ചിപ്പോ കുടിച്ചാലോ ഞാന്. എന്നാ ഒരു ഗ്ലാസ് തരി. ചൂടോടെ കുടിച്ചാലേ സത്ത് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പെപ്പറല്ലേ മുന്നിക്ക്. കുരുമുളകുണ്ട്, ഒരു സ്പൈസിനെസ് ഉണ്ട്. അതേ പറയുന്നത് എനിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ല ജീരക ഉലുവിട്ടാ എനിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല. ഇത് മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ടേസ്റ്റിലുള്ള സാധനം ഇനി എല്ലാവർക്കും കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് കാര്യങ്ങൾ നോക്കാം. വന്ന ഒരു 3 പൈക്കളാ. ഓക്ക് പാലൊക്കെ കറക്കാണ്ട് പറഞ്ഞോള് പോവുക. ജാസ്മിൻ ചങ്ങട്ട പോണ എൻ്റെ അവിടെ മാങ്ങ ഉണ്ടോ ചോദിച്ച്. വല്ലാത്തൊരു മാങ്ങ മൈമൂനി റഫീക്ക് പിന്നാലെ ഉണ്ട് പറഞ്ഞു. ഇജ്ജ് എങ്ങനെ പോണ വെച്ചു. തിരിച്ചോള് പോയ ഓട്ടോറിക്ഷയിൽ ഒരു സഞ്ചി മാങ്ങ അങ്ങോട്ട് കൊടുത്തു. അതാണ് കിടക്കണേ. അതാണ് ഇന്നലെ പാലാട് +2 നൽകിയത് നമ്മളെ സ്റ്റോർ റൂമാണ് കേട്ടോ. അപ്പം ഉണങ്ങാൻ വെച്ചേക്കാണ് പാലാട് +2 നൽകിയ മാങ്ങ. ഇതാ പാലാട് +2 ഇതെന്ത് മാങ്ങിയമ്മ? ഇതെന്ത് മാങ്ങിയ? കോമാങ്ങിയുണ്ട്, മൂവാണ്ടനും ഉണ്ട്, ഓളവിടെ എല്ലാം ഉണ്ട് കാരണം. ഞാൻ ഓളെ എൻ്റെ വയ്യൊക്കെ ലൊക്കേഷനൊക്കെ വാങ്ങി വെച്ചിരിക്കണം. കയ്യണീൻ്റെ അടുത്ത് പോകാം. എങ്ങനെയുണ്ടാ? രക്ഷയില്ല, കിടിലം. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റിംഗ് സെഷനും കാര്യങ്ങളൊക്കെ ഒന്നും പറയാൻ വയ്ക്കില്ല. ടേസ്റ്റിംഗ് സെഷനും കാര്യങ്ങളൊക്കെ കട്ടാവുക കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ ഇനി നടക്കാൻ പോകണം എന്താ വെച്ചാൽ സൽമാൻ ഖാൻ്റെ വീഡിയോഗ്രാഫിയിൽ ഒരു നാടൻ ബോക്സിംഗ് മാച്ച് വരുന്നുണ്ട് കേട്ടോ. സൽമാൻ വീഡിയോ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ കാല് ഈ ഒരു ഷേപ്പിൽ വെക്കണം. കബഡിക്കാരൊക്കെ നിൽക്കുന്ന ഷേപ്പിൽ ലെഫ്റ്റ് ലെഗ് സൈഡിൽ വെച്ചിട്ട് എടുക്കണം കേട്ടോ വീഡിയോ. സൽമാൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. അതിന്റെ തൊള്ളലെന്താ? കരിക്കും വെള്ളോ? റെഡി 1 2 3
ഓ വൻ അഭിനയട്ടോ. വെള്ളമൊക്കെ തൊള്ള നടത്തിച്ചേ ഇതിലെ പോകുമ്പോൾ കണ്ട് തുപ്പിയിട്ടൊക്കെ വെള്ളമൊക്കെയുള്ള ഭയങ്കര സിനിമാറ്റിക് അഭിനയാട്ടോ. അത് അഫീഫിനെ കൈൻ്റെ മുമ്പ് ചോര. ഇതെന്താ ചോരണ്ടോ? അല്ല ഇതെങ്ങനെ മരത്തിന് കുപ്പായിട്ട് കൊടുത്തിക്കണേ? ഇതാ ഷോട്ട് കിട്ടിട്ടോ, സൽമാന്റെ ഷോട്ട് കിട്ടി. നിയാല് നിന്നോടുക്കണ്ടോ? ഓ സീൻ ഷോട്ട്. ഈ വീഡിയോ ഒന്ന് ഇറക്കിയാണ്ടല്ലോ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചൊരു വില ഉണ്ട്, അത് കളയരുത് കേട്ടോ. സൽമാന് പണി എടുത്താലോ? ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരും, എഡിറ്റ് ചെയ്ത് കിട്ടോ ഔട്ട്. ആ അപ്പൊ ഈ ഒരു ഔട്ട്പുട്ട് സൽമാൻ എഡിറ്റ് ചെയ്തില്ല വെയിറ്റ് ചെയ്യണമല്ലോ കമന്റ് ചെയ്യട്ടോ. വെയിറ്റിംഗ് പറഞ്ഞ് കമന്റ് ചെയ്യാ. സൽമാന് പണിയായിട്ടോ. സൽമാൻ വെറുതെ എടുത്തച്ഛൻ ഇനിയിപ്പോ ഇത് എഡിറ്റ് ചെയ്ത് ആകെ സീനാക്കണം, ആകെ ഇടയിൽ പോയി. അപ്പം സൽമാൻ ഈ വീഡിയോ എന്ത് ചെയ്തു, ഞാൻ കളിയാക്കിയതുകൊണ്ട് സൽമാൻ ഞാൻ എഡിറ്റ് ചെയ്താണ്ട് സൂപ്പർ. ചങ്ങ അവിടെ ഉണ്ട് വെള്ളേ, ഇത് തുപ്പാല വെള്ള. എന്നാ കുടിച്ചോ. അപ്പൊ സൽമാന്റെ ഒരു വീഡിയോഗ്രാഫിന്റെ പ്രത്യേകത സൽമാന്റെ വീഡിയോഗ്രാഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എത്ര വെള്ളം വായിലാക്കിയിട്ട് അടി കിട്ടുമ്പോൾ തുപ്പണം എന്നുള്ളതിന്റെ ആ അളവ് വരെ സൽമാൻ അളന്ന് മുറിച്ചിട്ടാണ് പൈപ്പിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ആ അവിടേക്ക് ഇരുന്നാണ്ട് ബെല്ലൊന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉണ്ട് ഉറങ്ങിക്കോട്ടെ. പൂച്ച ഉറങ്ങണ കേട്ടോ. ബാ ശരി, സൗണ്ട് ഉണ്ടാക്കാതെ വാ. വലിഞ്ഞുറങ്ങാട്ടോ പൂച്ച. അതിൻ്റെ അടുത്തേക്കാണോ ചെന്നോ? നീച്ച് നല്ല ഉറക്കാട്ടോ. നമ്മളെ പെരണ്ടയുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഫുള്ള് വണ്ടികളും സംഭവങ്ങളൊക്കെ റോഡ് പണിയാട്ടോ. വല്ലതും നടക്കുവോ? എത്ത് ഗാൽഗൈ എടുത്തോ. ആ 2x ഇട്ടോ കിട്ടിക്കോട്ടെ. കയ്യുമ്പോ കൊണ്ടാണ് തുപ്പിട്ടോ. ഇബലി മാട്ട ഫൈറ്റ് റെക്കോർഡ് ചെയ്യാൻ നടനെ മാറ്റിയാ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. ആയിക്കോട്ടെ. സ്ലോമോയാ സെൻസർ ആദ്യം നിങ്ങൾ ഈ റബ്ബർ തോട്ട ലൊക്കേഷൻ മാറ്റണം. നമ്മള് ലോ ബഡ്ജറ്റാണ്. ലോ ബഡ്ജറ്റ് ഫിലിം മേക്കിംഗ് ആട്ടോ നമ്മൾ. അപ്പം ഈ ബഡ്ജറ്റിലൊക്കെ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ മയക്ക് വീണ റബ്ബറാട്ടോ അവിടെ ഫുള്ള്. കഴിഞ്ഞോ? ഇതെപ്പോഴാണ് കുളിച്ചാൻ കയറണ ഫിഫേ? അതിന്റെ കുളി കഴിഞ്ഞ റിവ്യൂ കൂടി ഉണ്ട്. മീന് ഐസിലെ കഴിഞ്ഞോ? അപ്പൊ എന്തായാലും പല ഷോട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എനിക്കിത് എവിടം വരെ പോകുന്നില്ല. ഈ തൊട്ടി വീഡിയോ എന്താവുന്നതും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും സൽമാൻ ഇതൊരു തൊട്ടി വീഡിയോ അല്ലാത്ത രീതിയിൽ ഇതൊരു സൂപ്പർ ഫൈറ്റ് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൽമാൻ അങ്ങനെയും സൽമാൻ എഡിറ്റ് ചെയ്തൊരു വീഡിയോ കാണാനുള്ള അവസരം എനിക്ക് കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അഫീഫ് കുളിച്ചിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ശർക്കര മാങ്ങ കേട്ടോ. ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇന്ന് നല്ലോ ഒരു കുത്തം നോക്ക്. സീൻ്റെ ടേസ്റ്റ് സൂപ്പർ വേണ്ട.
മാങ്ങി ശർക്കര തമ്മിലുള്ള ആ കോംബോ ഒരു രക്ഷയില്ല. വെറുതെ തുമ്പിച്ച് ഉണ്ടാക്കി തന്നെ കേട്ടോ, കതിട്ടാണ്ട് ഉച്ചക്ക്. പക്ഷേ എല്ലാവർക്കും ലൈൻ കേട്ടോ. പിന്നെ സാധനം സൂപ്പർ കേട്ടോ. പെരിയ മാങ്ങലൊക്കെ ഉണ്ടാക്കി നോക്കി ഓയില്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് എണ്ണ തേച്ച കുളിക്ക് ശേഷം നമുക്ക് സ്റ്റീൽ സാറിനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? സൗണ്ടൊക്കെ നോക്ക്. കായ് 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 ഭയങ്കര തൊട്ടോക്ക് മോയ്സ്ചേർഡായി സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസറായി. മധുര സ്വപ്നങ്ങളേകും അല്ലേ? അത് ജയലക്ഷ്മിന്റെ ഏതാണ്? ചിങ്കാരം കിന്നും ജയലക്ഷ്മി. ഇത് സന്തൂർ മമ്മീന്റെ പോലത്തെ സ്കിന്നായി. സൂപ്പർ സ്കിൻ, വളരെ റിലാക്സിംഗ് ആയിട്ട് തോന്നുന്നു. ഭയങ്കര ഇങ്ങനാണാവും നമ്മള്. സൂപ്പറാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ കണക്കുകൾ ബാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിയാൽക്കെന്ന് പ്രാക്ടീസിലാണ് കേട്ടോ. പേരൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രാക്ടീസ്. സൽമാൻ എല്ലാ ദിവസവും പോയി കണ്ട് എന്ത് ചെയ്യും? സൽമാനും ഡക്കൗട്ട്, നിയാലും ഡക്കൗട്ട്. എങ്ങനെ അറിയോ? നമ്മളൊക്കെ ഇവന്റെ ഒരു വീഡിയോ ഇറങ്ങിണ്ടായിരുന്നു. അതില് ഇന്ത്യ അനുവിന്റെ എന്തായാലും കുഴപ്പമില്ല, അനു കളിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യ 6 അടിക്കുന്നതും ഇത് കേക്ക് ഞാന് 6 ഞാൻ പറയട്ടെ, ഞാൻ കളിച്ചൂല, സമ്മതിച്ചു, ക്രിക്കറ്റ് കളിക്കാരാ. പക്ഷെ ചക്കക്ക് 6ഉം 4ഉം പിന്നെ 2 6ഉം അടിച്ചത് ഈ വ്ളോഗിൽ ഇട്ടില്ല. അതെന്തുകൊണ്ടാ? ഇവിടെ വന്നിട്ട് 5-8 ടർഫ് കളിച്ചിട്ടുണ്ടാവും. ഇത് എത്ര റൺ എടുത്തിട്ടുണ്ടാവും? അന്ന് 6 ഓവറിൽ എത്ര റണ്ണ എടുത്ത്? 60 റണ്ണോ? എത്ര എടുത്ത്? 4 ഓവറിൽ 78 റൺ എടുത്തിട്ട് ഒറ്റ ബോൾ എന്റെ ബ്ലോഗിലില്ല. ഒറ്റ ബോള്. എന്നിട്ട് സൽമാൻ എന്ത് ചെയ്തൊക്കെ അറിയാം? ഞങ്ങൾ ഇന്നിങ്സ് ഫുള്ള് കട്ട് ചെയ്താണ്ട് സൽമാൻ സൽമാനെ ഞാന് 4 ഓവറിലെ 73 റൺ അടിക്കുന്നുണ്ട്. അത് ഫുള്ള് കട്ട് ചെയ്ത്. എന്നിട്ട് സൽമാൻ എന്ത് ചെയ്തേക്കാം? സൽമാന്റെ ബാറ്റുമ്പോ പന്ത് ടച്ച് ചെയ്യുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതന്നെ ഉള്ളു, അടി പോയിട്ടില്ല. ബാറ്റുമ്പോ പന്ത് ടച്ച് ചെയ്യുന്ന വിഷ്വലൊക്കെ മെല്ലെ ആടെ വെച്ചിട്ടുണ്ടാ. അപ്പൊ നമുക്ക് കുറച്ച് അധികം പിടിക്കും. മുട്ടായി പിടിക്കും. മുട്ടായി പിടിച്ചോളൂ. ഓടല്ലേ പിടിക്കുക. ഇതാ വേണല്ലോ. അതിന്റെ പേരെന്താണ്? പേര് മദീനോ? മുട്ടായി അല്ലല്ലോ ഒന്നെ ഉള്ളൂ. മാസി എത്ര ക്ലാസ്സിലാണ്? ചേർത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ നാട്ടിലത്തെ കുട്ടികളാണ് കേട്ടോ, ചെറിയ കുട്ടികളാണ്. നമ്മളടുത്തേക്ക് വന്നാണ് കേട്ടോ. മഴ കൊള്ളത് പോകട്ടോ. ഇവലോട് ഞാൻ കയറിയിരിക്കാൻ പറയാൻ തുടങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തായി. ഇവല് ഈ മയത്ത് ഇങ്ങനെ മയപ്പാട്ടിലും കൊണ്ട് എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അത് സ്വയം ധൃതങ്ക മുളകിതനാവുക. അഫി രണ്ട് ബോളറി എന്നാ കാണട്ടോ. സൽമാൻ അവിടെ എടുക്ക്. മൈക്കിന്റെ അടുത്താ. വൻ കാറ്റ് ഒന്നുകൂടി. ഇല്ല, അടിക്കൂല. ഞാൻ ക്യാച്ച് ഇട്ടോ. അവിടെ നിനക്ക് ക്യാച്ച് ഇട്ടാ കേട്ടോ. മെല്ലെ എറി. ക്യാച്ച്. നീ കൊടുക്കാടുക്ക. ക്യാച്ച് ഇട്ടെന്ന് പറഞ്ഞിട്ടോ. അത് ശരി, ഔട്ടോ.
ഞാൻ കണ്ടിക്കണേ നേരെ പോ ഓടി 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 അല്ല ഞാൻ കണ്ടതാണേ ഞാൻ കുളിച്ച് എണ്ണയിൽ നിൽക്കണേ അല്ല ഞാൻ കണ്ടതാണേ എനിക്ക് ആ കാട് കൂടെ ഓടാൻ പറ്റില്ല ഞാൻ ഇതിലൊരു മാനസികാവസ്ഥയിലല്ലേ സൽമാനെ അവിടെ ഓടി 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 ഞാൻ ഇവിടുന്ന് മാറിയ 15 മിസ് ഔട്ടാ നേരെ ഓടിക്കോ ഇതാ പിടിച്ചിക്ക അഫിയ അഫിയ ഓടഫിയ ഓടോടി ഓടടാ ഓടി 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 ഓടിക്കോ 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 ഇവിടെ കിട്ടോ അവിടെ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പന്തെടുക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ നടത്തുന്ന വൻ സാഹസികമായ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ടാവും. ചിലപ്പോൾ ഞാനതിന്റെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പൊ എടുക്കണം എന്നുള്ളവർ എന്തായാലും കമന്റ് ചെയ്യുക. വേണം 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 പറഞ്ഞ് കമന്റ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു നമ്മുടെ ഇടയ വ്ളോഗ് കണ്ട് ഉൾപ്പെടുകം കൊണ്ട് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇൻഷാല്ലാ ഞാൻ അസുഖമൊക്കെ മാറിയിട്ട് തൊണ്ടവേദനയും ഇതൊക്കെ മാറിയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അതുണ്ടായിട്ടും ഞാൻ വ്ളോഗ് ചെയ്തിട്ടാ. അതുണ്ടായിട്ടും ഞാൻ കടക്കപ്പായിൽ നിന്ന് കടന്ന് പൊന്താൻ വയ്ക്കാതെ നീരിറങ്ങി കടന്ന ഞാനാണ് എണീറ്റ് വ്ളോഗ് ചെയ്തത്. സോ വ്ളോഗ് കണ്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി. വി ആർ 19 lakhs ഫാമിലി. നമ്മൾ 19 ലക്ഷമായി. ഇനി നമ്മൾ 20 lakhsലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ ഒരു എളിയ ചാനൽ. സോ വ്ളോഗ് കണ്ട എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എല്ലാവരും വ്ളോഗ് ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.